മലയാളികൾ ആരും തന്നെ കാണത്തില്ല. അപ്പം നമുക്ക് കുറച്ച് ചൂര കിട്ടി, അവനെ നമുക്ക് ആദ്യം അച്ചാറാക്കാം. അതിന് വേണ്ടി നമുക്ക് മീൻ വറക്കേണ്ടതിന് ചേരുവ ചേർക്കാം. നമുക്കാദ്യം അതിന് വേണ്ടി 1 സ്പൂൺ മുളക് പൊടി ചേർക്കാം, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, കായപ്പൊടി, നാരങ്ങ നീരുണ്ടെങ്കിൽ നാരങ്ങ നീര്, അല്ലെങ്കിൽ 1 സ്പൂൺ വിനാഗിരി എന്നിവ ചേർത്ത് ഇളക്കാൻ. ഞാൻ ആദ്യം 1 സ്പൂൺ ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ടൊന്ന് പുരട്ടി വെച്ചിട്ട് വിനാഗിരി ഒഴിക്കാൻ കരുതി. ഒരുവിധം മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. കൊച്ചു പാചകക്കാരി കൂടെ നിന്ന് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അരപ്പ് ചേർത്ത് ഇനി ഒരു അരമണിക്കൂർ 1/2 മണിക്കൂർ റെസ്റ്റിന് വെക്കുക, മാറ്റി വെക്കാം. നമുക്ക് ഇനി വേണ്ടുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, കറിവേപ്പില എന്നിവയാണ്. അതെല്ലാം കൊണ്ടുവന്നിട്ട് നമുക്കിത് മീൻ വറുത്തെടുക്കാം. അതിന് നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായി വരുമ്പോഴത്തേക്ക് മീൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം. കൂട്ടത്തോടെ ഇട്ട് കൊടുത്താൽ മൊത്തത്തിൽ പറ്റിപ്പിടിച്ച് അടിയിൽ പിടിക്കാനും സാധ്യതയുണ്ട്. ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് വേണ്ട, കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു 3, 4, 5, 6 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അത് കഴിഞ്ഞിട്ട് ഒരുപാട് അങ്ങ് ഇളക്കരുത്. ഇളക്കിയാൽ ഇതിൻ്റെ മസാലയെല്ലാം താഴെ പോവും മീനിൻ്റെ. അതുകൊണ്ട് മീൻ എപ്പോഴും ഇളക്കാൻ പാടില്ല. ഒരുവിധം ഒരു ഭാഗം വെന്തെന്ന് നോക്കുമ്പം അടുത്തത് തിരിച്ചിട്ട് കൊടുക്കണം, കാരണം ഇല്ലെങ്കിൽ വേവ് എല്ലായിടും എത്തത്തില്ല. നന്നായിട്ട് മീൻ മുരിച്ചെടുക്കുന്നതാണെങ്കിലിരിക്കും മീനച്ചാറിൻ്റെ ഈട് നിൽക്കും, നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരുവിധം മുരിഞ്ഞ് കിട്ടണം. ഉള്ളു വേവാൻ പാടാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് വറുത്ത് കോരാം. ഇതെല്ലാം ബാക്കിയും കൂടി വറുത്ത് കോരാം, ഒരു വെക്കാം. വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് കരുതിയിട്ട് നമ്മളിത് വറുത്ത് കോരുന്ന കുറച്ച് ഭാഗമേ കാണിക്കുന്നുള്ളൂ. ഇനി നമുക്ക് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി അരച്ചെടുക്കാം. വറുത്ത് കോരി വെച്ചിട്ടുണ്ട്, ബാക്കി കൂടി വറുക്കാം. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ആ സമയങ്ങളിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാം കേട്ടോ. പേസ്റ്റ് പോലെ ചെയ്ത് വെച്ച് അരച്ച് വെക്കാം. അരച്ച് വെച്ചിട്ട് ഒരു 100 ഗ്രാം ഇഞ്ചി 100 ഗ്രാം വെളുത്തുള്ളിയും കൂടി വേണം കേട്ടോ. കാരണം ഒരു 50 ഗ്രാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി 100 ഗ്രാം ഇഞ്ചി 50 ഗ്രാം വെളുത്തുള്ളിയും കൂടി ചേർത്ത് അരച്ചെടുത്തു. നമ്മൾ വറുത്ത് കോരിയ എണ്ണ ഒരു ബൗളിലോട്ട് മാറ്റിയെടുക്കണം, ചൂടുള്ളത് കൊണ്ടാണ്. ഇത് അതിൻ്റെ അടുത്ത് നമ്മൾ വറുത്തതിൻ്റെ ഗ്രേവി എല്ലാം അതിൻ്റെ അടിയിൽ കിടപ്പുണ്ട്. അപ്പം കൈക്കും ഒരുപാട് മുരിഞ്ഞു പോയാൽ കയ്പ്പ് വരും. അതുകൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് അതിലേക്ക് ഇതിൻ്റെ വറുത്തതിൻ്റെ ഒരു 3/4 കപ്പോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറവാണ്, ഓയിൽ കുറച്ചുകൂടി ചേർക്കേണ്ടതുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് കടുകും ഉലുവായി 1 സ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ കടുകും 1/4 ടേബിൾ സ്പൂൺ ഉലുവായും പൊട്ടിക്കാം. ഉലുവ ഒരുപാടായ കഴിക്കും, അതുകൊണ്ട് നോക്കി വേണം ഉപയോഗിക്കാൻ. ഉലുവപ്പൊടിയാണെങ്കിലും കുറച്ചേ എടുക്കാവുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഗ്രേവിയിൽ മസാല ചേർക്കുമ്പോൾ ഉലുവപ്പൊടി ചേർത്താലും മതിയേ. ഉലുവ പൊട്ടിക്കുന്ന ഓപ്ഷനിലാണ്. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വേണമെങ്കിലും എടുക്കാം. ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ ചതച്ചെടുത്തതാണ്. നമുക്ക് കഴിക്കാനല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് റോസ്റ്റ് ചെയ്യാം. എണ്ണ കുറവായിട്ട് ഇത്തിരി കൂടി എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളിയുടെ ബാക്കി നമ്മൾ ചെറിയ വെളുത്തുള്ളി എല്ലാം പീസ് ചെയ്തിട്ടിട്ടുണ്ട്.
ഇനി ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇഞ്ചിയൊക്കെ വെന്ത് ഇറങ്ങുമ്പോൾ അതിൻ്റെ എണ്ണയും കൂടി ഇറങ്ങി വരുന്നുണ്ട്. ഇഞ്ചി എണ്ണ പിടിച്ചെടുക്കുക അല്ലേ തന്നെ. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ചേർത്തത്. ഇതിലേക്ക് നമ്മൾ 2 ലീഫ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 തണ്ട്, 1 സ്പൂൺ ഉപ്പ് ഇട്ട്, ചെറിയ സ്പൂൺ വേണ്ടാണ് 2 പ്രാവശ്യം ഇട്ട്. നമുക്കിതിലോട്ട് ഇനി മസാല ചേർത്ത് കൊടുക്കാം. മസാല ഒരുപാട് നേരം ചേർക്കരുത്. ഒരു 3-5 സെക്കൻഡ് കഴിയുമ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കണം. വെറും ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ചെയ്യാൻ. 3 സ്പൂൺ മുളക് പൊടി, ഇട്ട് കൊടുക്കാം. എരിവ് വേണം എനിക്ക്. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. നല്ല എരിവുള്ള മുളക് പൊടി. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മളിവിടെ കുരുമുളക് പൊടിയും ചേർക്കുന്നതുകൊണ്ടാണ് കുറച്ചത് കേട്ടോ. മീൻ വറുത്തപ്പോഴും കുരുമുളക് പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എരിവ് കിട്ടും. നല്ല എരിവില്ലെങ്കിൽ പിന്നെ എല്ലാത്തിനും ഉള്ള മീനച്ചാറ് എരിവും പിന്നെ കായപ്പൊടി എന്നിവ ചേർത്തൊരു കുറച്ച് സമയം ഒന്ന് പൊടി മൂപ്പിച്ചെടുത്ത് അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് മീനിട്ട് കൊടുക്കുക. ഒരുപാട് നേരം മൂപ്പിക്കേണ്ട. കറിയൊക്കെ നല്ല രീതിയിൽ പൾസിലുണ്ടെങ്കിൽ ഉപ്പ് കുറവാണെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയുമാണ് കേട്ടോ. അപ്പോൾ അത് എന്ന് വെച്ചാൽ ഉപ്പ് വാരി ഇട്ട് കൊടുക്കല്ലേ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അടികൂട്ടി ഇളക്കി എല്ലായിടവും എത്തിക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പും ചേർത്ത് വിനാഗിരിയും കൂടിയാണ് ചേർക്കാനുള്ളത് ഫൈനലായിട്ട്. നമ്മളിപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു 3 തവണയായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം വറുക്കാൻ നേരത്ത്, പിന്നെ മസാല കൂട്ട് തയ്യാറാക്കാൻ നേരത്ത്, പിന്നെ ഫൈനൽ അവസാനത്തെ ഒരു ഉപ്പ് ചേർക്കൽ. ഉപ്പ് കൂടരുത്. ആവശ്യാനുസരണം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അറിയാമല്ലോ, വീട്ടിലുള്ളവർക്കറിയാം. ഏകദേശം ഈ വിനാഗിരിയും കൂടി ഒഴിച്ചു ഇതെടുക്കുമ്പം ശരിയാവും. നല്ല ഗ്രേവി ആവശ്യമുള്ളവർക്ക് ചൂടുവെള്ളം തിളപ്പിച്ചൊഴിക്കാം. മസാലക്കൂട്ട് ചേർന്ന് മീൻ ഇളകി വരുമ്പോഴത്തേക്ക് കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചൊഴിച്ചതിന് ശേഷം വേണം മീനിട്ട് കൊടുക്കാൻ. അപ്പം ഗ്രേവി കിട്ടും. പക്ഷേ എങ്കിൽ അത്ര ടേസ്റ്റ് കിട്ടില്ല. വലിയ കുറവ് കാണില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതാ ഇഷ്ടം.